മേയറുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യം പെട്ടെന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള ടൈം കൊണ്ടാണ് ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ വോട്ട് പോലും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. BJP അക്കൗണ്ട് തുറക്കുന്നുള്ള ചിന്താഗതികളൊന്നും ഞങ്ങൾക്കാർക്കും ഇതുവരെ ഇല്ല. കാരണം ആളുകളുടെ പൾസ് എന്ന് പറയുമ്പോൾ ഇനിയൊരു UDF സർക്കാർ വരണം എന്നുള്ള രീതിക്കാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. കുരുമുളകാണെങ്കിൽ അത് 1 മതി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ 19 മതി കേട്ടോ, അത് തന്നെ ധാരാളമാണ്. കാരണം 10-ൽ നിന്ന് 19 ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ അതൊരിക്കലും തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. കാരണം പ്രതിപക്ഷത്തിലിരിക്കുന്നത് ഞങ്ങളാണല്ലോ. ഒരാളെ ഇത്രയേറെ വേട്ടയാടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് പോലും നമുക്ക് ആ 2ാമത് വന്ന കേസിലൊക്കെ യാതൊരു തെളിവുകളും സബ്മിറ്റ് ചെയ്യാനായിട്ട് ആർക്കും തന്നെ പറ്റിയിട്ടില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് തിരുവനന്തപുരം കോർപ്പറേഷനായിരുന്നു. ഫലം വന്നതിന് ശേഷവും അതങ്ങനെ തന്നെയായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്തും ഫലം വന്നതിന് ശേഷവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വാർഡായിരുന്നു മുട്ടട. മുട്ടട വാർഡിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ച UDF സ്ഥാനാർത്ഥി വൈഷ്ണയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. വൈഷ്ണ, ഈ ഒരു സ്ഥാനാർത്ഥിത്വം യാദർച്ഛികമായി വന്നു ചേർന്നാണോ അതോ നേതൃത്വമൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നാണോ, എങ്ങനെയാണ്? അല്ല, സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിക്കുന്നത് നമ്മളാണ്. സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പുറത്തുവിടുന്നത് ഒക്ടോബർ 31 നമ്മളാണ് പുറത്തുവിടുന്നത്. അതിനുശേഷമാണ് മറ്റ് കാൻഡിഡേറ്റ്സ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയല്ലല്ലോ. ഒരു പാർട്ടി അജണ്ട എന്നുള്ള നിലയിൽ പല കമ്മിറ്റികളിലൂടെ വാർഡ് കമ്മിറ്റി പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നിയോജക മണ്ഡലം കോർ കമ്മിറ്റിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് DCC കോർ കമ്മിറ്റികളിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് ഒരു പേര് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ കമ്മിറ്റികളിൽ നിന്ന്, അതായത് വാർഡ് കമ്മിറ്റി ഒരു പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ പേരാണ് പോയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ യാദർച്ഛികമായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബ്ലണ്ടറാവും. അങ്ങനെയൊന്നുമല്ല. ഒരു 2 ആഴ്ചയോളം 1.5 ആഴ്ചയോളം തന്നെ നമുക്ക് അറിയാമായിരുന്നു ഇത്തരം ആളുകളെല്ലാം നമ്മുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്തരം കമ്മിറ്റികളിൽ നമ്മുടെ പേര് പോയിട്ടുണ്ട് എന്നൊക്കെ. അത് തികച്ചും ഒരു യാഥാർത്ഥ്യമാകുന്നത് അല്ലെങ്കിൽ ഒഫീഷ്യലി അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഒക്ടോബർ 31 അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥാനാർത്ഥിത്വം തന്നെ റദ്ദ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യവുമായി എതിർകക്ഷികൾ രംഗത്തെത്തുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 100 വീട് കയറുന്നതിനേക്കാളും വലിയ പ്രചരണമായിരുന്നു LDF തന്നെ ഒരുക്കി തന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പോൾ അത് പറയുമ്പോൾ ഒക്ടോബർ 31 സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം നവംബർ 5 ഇങ്ങനൊരു പരാതി നഗരസഭയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ നമ്മൾ വാർഡിലെ ആളുകളെ എല്ലാവരെയും, അതായത് എല്ലാ വീടുകളും നമ്മൾ കയറിക്കഴിഞ്ഞു. നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അവർ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. പിന്നെ 5 ഒരു പരാതി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ ഓരോ കാര്യങ്ങളായി പോകുന്നത്. അല്ല, മത്സരിക്കാൻ കഴിയില്ല, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തോന്നൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു? അല്ല, 5 ഈ ഒരു പരാതി കോർപ്പറേഷനിൽ ലഭിച്ചു കഴിഞ്ഞ 5 എൻ്റെ ഒരു ഓർമ്മ വെച്ച് വെള്ളിയാഴ്ച എന്താണ്, പിന്നെ ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു പരാതി എത്തിയിട്ടുണ്ട് എന്നുള്ളത്. തിങ്കളാഴ്ച ഞാൻ പരാതി കൈപ്പറ്റുന്നു. പിന്നെ അങ്ങോട്ട് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച നമുക്ക് ഹിയറിംഗ് ആണ് കോർപ്പറേഷനിൽ. 12 ഹിയറിംഗ് ആണ്. ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കാൻഡിഡേറ്റാണ്, അഡ്വക്കേറ്റ് ഉൾപ്പെടെ ഉണ്ട്, കാൻഡിഡേറ്റാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് എപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു 14 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ 2 ദിവസം നമ്മൾ വീണ്ടും ഭയങ്കര ടെൻഷൻ മാത്രമല്ല, നമ്മൾ ഇനി എന്ത് എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ എൻ്റെ ഹൈക്കോടതി വക്കീല് നമ്മുടെ കേസ് നോക്കിയത് ബഹുമാനപ്പെട്ട ജോർജ് പൂന്തോട്ടം സാറായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് മൃദുലേട്ടനായിരുന്നു. അപ്പോൾ മൃദുലേട്ടനുമായി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൃദുലേട്ടനും ജോർജ് പൂന്തോട്ടം സാറും എല്ലാം അല്ല 14 ലിസ്റ്റ് വരുമ്പോൾ എന്തായാലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നിലവിലൊരു ഭരണത്തിൻ്റെ രീതികളൊക്കെ വെച്ചിട്ട് ലിസ്റ്റിൽ പേരുണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്താ വെച്ചാൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല തയ്യാറെടുപ്പുകളായിട്ട് തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, പ്രത്യേകിച്ച് UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആ വാർഡിൽ നമ്മൾ ജയിക്കുമെന്നുള്ളൊരു സാധ്യത അവരും വിശ്വസിക്കുന്നുണ്ട്. കാരണം എല്ലാവരും നമ്മുടെ പരിചയക്കാരാണ്, പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അവരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഒരു രീതി എന്തായാലും ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അതേപോലെ തന്നെ നടന്നു. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് നമ്മൾ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു.
14-ാം തീയതി കരട് വോട്ടർ പട്ടിക വരുന്നു, നമ്മുടെ പേര് ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നു. അത് എനിക്ക് കിട്ടുന്നതിന് മുമ്പ് മീഡിയാസിന് കിട്ടുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം എറണാകുളത്തേക്ക് പോവാണ്. ജനശതാബ്ദിയിലായിരുന്നു പോയിരുന്നത് രാവിലെ. പിന്നീട് നമ്മൾ അത്തരം കേസുമായി മുന്നോട്ട് പോകുന്നു. കേസിൻ്റെ വിധി വരുന്നു, ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ കേൾക്കുന്നു. വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. അല്ല, ഇതിൽ ഇത്തരം ഒരു ഡിലീറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞൊരു സാഹചര്യം, ഇതിന് പിന്നിലൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ആണ് അതിൽ ഇടപെട്ടതെന്നുള്ളൊരു തോന്നലാണോ? അല്ല, വ്യക്തിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മേയറായിരുന്നു ഇടപെട്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതന്നല്ലേ ഉദ്ദേശിച്ചത്. അപ്പോൾ മേയറുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യം പെട്ടെന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള ടൈം കൊണ്ടാണ് ഒരാളുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ വോട്ട് പോലും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഇൻസ്പെക്ഷന് വന്ന ആൾക്കാരും എല്ലാം മേയറുടെ ഓഫീസിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെ നമുക്ക് അത്തരത്തിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഭരണവിരുദ്ധ വികാരം നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. അതിന് തികച്ചും ഒരു ഭയന്നിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് തന്നെയാണോ എന്തുകൊണ്ട് ഈ മുട്ടടയിലെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണയെ തന്നെ ലക്ഷ്യം വെച്ചു എന്നുള്ള ചോദ്യം അപ്പോൾ ഉയർന്നിരുന്നു. അത് ഈ വൈഷ്ണ എന്ന് പറയുന്ന UDF കാരിയാണോ, അതോ നേരത്തെ സൂചിപ്പിച്ച ജനവികാരം എന്നുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം? ഇതിന് രണ്ട് സൈഡും ഉണ്ട്. അതായത് ഒരു നാണയത്തിന് രണ്ട് സൈഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഞാൻ മുട്ടടയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. പക്ഷെ മറ്റേ കാൻഡിഡേറ്റ് അങ്ങനല്ല. അപ്പുറത്തെ വാർഡിലെ സിറ്റിംഗ് കൗൺസിലർ ആയിരുന്നു. അപ്പോൾ തികച്ചും അതിൻ്റെ ഒരു വ്യത്യാസം അവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും, ആൾക്കാർക്കിടയിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതൊരു സൈഡ്. മറ്റൊരു സൈഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങറ്റം ഇങ്ങറ്റം നിറഞ്ഞു നിൽക്കുമ്പോൾ UDFൻ്റെ ഒരു കാൻഡിഡേറ്റ് വന്ന് LDFൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് പിടിച്ചെടുക്കുമെന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ. ഇതൊക്കെ തന്നെ ആയിരിക്കണം റീസൺ. നമ്മളിപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരം പരാതികളും കാര്യങ്ങളും ഈ വോട്ട് വരെ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ എത്തിച്ചേർന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, K മുരളീധരൻ എന്ന് പറയുന്ന അനിഷേധനായ നേതാവ് അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവായിരുന്നു തലസ്ഥാന നഗരത്തിൻ്റെ ഈ ഇലക്ഷൻ പ്രചരണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത്. വോട്ടർ പട്ടികയെല്ലാം നേരത്തെ തന്നെ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയമെല്ലാം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം രീതികളെല്ലാം വലിയൊരു സഹായകമായി എന്നാണ് കരുതുന്നത്. തീർച്ചയായും. കാരണം ശ്രീ K മുരളീധരൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട്, അതായത് എലക്ഷൻ ഡിക്ലറേഷൻ വരുന്ന സമയം മുതൽ തന്നെ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഓരോ വാർഡിലെയും ആളുകളെ കൂട്ടിയോജിപ്പിച്ച് ഓരോ വാർഡുകളിലും ഓരോ മീറ്റിംഗ്സ് വിളിച്ചു കൂട്ടി എല്ലാവരുടെ അഭിപ്രായം കേട്ട് ഇവിടെ നിർത്തി മത്സരിപ്പിച്ചാൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള ഒരു തീരുമാനം ആ വാർഡിലുള്ള ആളുകളിൽ നിന്ന് തന്നെ എടുത്ത് അവരെ കൊണ്ട് തന്നെ തീരുമാനമെടുപ്പിച്ച് അതിനെ ലീഡ് ചെയ്ത് അവിടെയുള്ള മറ്റു നേതാക്കന്മാരുമായി കോർഡിനേറ്റ് ചെയ്ത് ആലോചിച്ച് വളരെ വളരെ പെർഫെക്റ്റ് സ്റ്റൈലിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത് തന്നെ. ഇപ്പോൾ കവടിയാറിലെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, മുൻ MLA ആണ് ശ്രീ KS ശബരിനാഥൻ. ശബരിച്ചേട്ടൻ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുമ്പോൾ അത് അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒന്നാണ്. അതിനെ ഞങ്ങളുടെ ആ ഒരു അത്രയും സ്റ്റാർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ശബരിച്ചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷമാണ് മറ്റ് പാർട്ടികൾ ഒരുപക്ഷെ അവരിൽ നിന്ന് ആരെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ കൊണ്ടുവരാം എന്നുള്ള രീതിക്ക് അവരും ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ പ്രയോഗിച്ചു തുടങ്ങിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫസ്റ്റ് ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കൊണ്ടുവന്ന് നമ്മൾ തന്നെയാണ്. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും. മറ്റൊന്ന്, ഈ 10-ൽ നിന്ന് 19 ഉയർന്നുവെങ്കിലും കോർപ്പറേഷനിലെ ആ ഒരു അംഗസംഖ്യ എടുത്ത് നോക്കുമ്പോൾ 3-ാം സ്ഥാനത്ത് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ 19 എന്ന് പറയുന്ന അംഗസംഖ്യ കൊണ്ട് മാത്രം കോർപ്പറേഷനിൽ വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ കൂടിയും മുമ്പ് BJP പലതവണ ആരോപണങ്ങളായി ഉന്നയിച്ചിട്ടുള്ളത് ഈ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്കൊപ്പം കോൺഗ്രസ് നിന്നിരുന്നില്ല എന്നുള്ളത് അവിടെയാണ്. അപ്പോൾ ആ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കൂടി എത്തുമ്പോൾ ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം കൂടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ഈ 19 എന്നുള്ള അംഗസംഖ്യ മാത്രം മതിയാകുമോ എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഈ 19 എന്ന് പറയുന്ന അംഗസംഖ്യ അത്ര ചെറുതൊന്നുമല്ല. കാരണം പറഞ്ഞ പോലെ കുരുമുളകാണെങ്കിൽ അത് 1 മതി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ 19 മതി കേട്ടോ, അത് തന്നെ ധാരാളമാണ്. കാരണം 10-ൽ നിന്ന് 19 ആക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു.
അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതലും LDFന്റെ കയ്യിലിരുന്ന വാർഡുകളാണ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മുട്ടടയാണെങ്കിൽ തന്നെ കഴിഞ്ഞ 25 വർഷമായി LDFന്റെ കയ്യിലിരിക്കുന്ന വാർഡാണ് ഇന്ന് UDF ജയിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് ആൾക്കാർക്ക് മടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം ശരിക്കുമുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നതാണ് ഈ 10ൽ നിന്ന് 19 എന്നുള്ളത്. പിന്നെ ഈ BJP 50 സീറ്റ് നേടിയെന്ന് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതിലും കൂടുതൽ LDFന്റെ സീറ്റുകളാണ്, UDFന്റെ സീറ്റുകളല്ല, LDFന്റെ തന്നെ സീറ്റുകളാണ്. ഇപ്പോൾ ഇന്നത്തെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഇന്നലത്തെ പത്രത്തിലോ എന്തോ ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു. BJP 50 സീറ്റ് നേടിയിട്ടുണ്ട്. അതിൽ 41 സീറ്റുകളിലും UDF മൂന്നാമതാണ് എന്നുള്ളൊരു ന്യൂസ് പലയിടങ്ങളിലായി പ്രചരിക്കുന്നുണ്ട്. UDF മൂന്നാമത് പോകുമ്പോഴും പിടിച്ചെടുത്തിരിക്കുന്നത് LDFന്റെ സീറ്റാണ്. അല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരമുള്ളതാണ്. അതായത് വോട്ടുകളുടെ എണ്ണത്തിലുള്ള കണക്കുകൾ പ്രകാരമാണ് അത്തരത്തിലൊരു കണക്ക് ഇപ്പോൾ ഈ പത്രങ്ങളിലെല്ലാം, ഇന്നത്തെ ദിവസത്തിലുള്ള പത്രങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതുവരെ കണ്ടില്ല തരത്തിലുള്ളൊരു മുന്നേറ്റം ഇപ്പോൾ UDF ഉണ്ടാക്കിയത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വളരെ വ്യക്തമായൊരു ലീഡ് നില നമ്മൾ പലപ്പോഴായി കണ്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും കണ്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ അത് നേരെ മറിച്ചായിരുന്നു. ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, തദ്ദേശ, അതായത് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, ഇതിലെല്ലാം UDFന്റെ ഒരു മുന്നേറ്റം. ആ ഒരു മുന്നേറ്റം ഒരു UDFകാരി എന്നുള്ള നിലയിൽ തന്നെ അത് പ്രതീക്ഷിച്ചിരുന്നതാണോ എന്നുള്ളതാണ്? അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ UDFന് ഇത്തവണ വരുത്താൻ കഴിഞ്ഞിട്ടുള്ള വളരെ വലിയൊരു മുന്നേറ്റം അത് തന്നെയാണ് ഞങ്ങൾ വരുന്ന നിയമസഭയിലും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വളരെ പ്ലാൻഡാണ്. നമ്മുടെ പാർട്ടി വളരെയധികം പ്ലാനുകളോടുകൂടി ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടി. അപ്പോൾ വരുന്ന നിയമസഭയിലും അതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒറ്റക്കെട്ട് എന്ന് പറയുന്ന വാക്ക് പറഞ്ഞപ്പോഴാണ് പലപ്പോഴായി LDF അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് UDFലെ താളപ്പിഴകൾ അവിടെ ഉണ്ടാകുന്ന തമ്മിലടികൾ കാരണമാണ് എന്നുള്ളത്. അത് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോരുകൾ വരെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ. അത്തരത്തിലൊരു തമ്മിലടി ഇപ്പോൾ കോൺഗ്രസിലുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞങ്ങളിത് ജനാധിപത്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അതായത് എനിക്കൊരു അഭിപ്രായമുണ്ട് എങ്കിൽ അത് ഓപ്പണായി പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ പാർട്ടിയിലുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയിലെ വിജയവും, അതുതന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയിലെ പ്രധാന ഘടകവും. മറ്റു പാർട്ടികളിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് UDFന്റെ ഭാരവാഹിയായി, UDFന്റെ കൗൺസിലറായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും സ്വാഭാവികമായി രണ്ട് മനുഷ്യരുണ്ടാകുമ്പോൾ ആ രണ്ട് മനുഷ്യർ രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ചിന്തിക്കുന്ന പോലെ താങ്കൾ ചിന്തിക്കണം എന്നില്ല. രണ്ടുപേരുടെയും ചിന്താരീതികൾ വേറെയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും തമ്മിലടിയല്ല. നമുക്ക് അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പാർട്ടിയുടെ രീതികളും. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രചോദിപ്പിക്കുന്നത്. അല്ല, ഈ മുഖ്യമന്ത്രി കസേരയ്ക്കായി ഒരുപാട് പേർ ഇപ്പോൾ തന്നെ കുപ്പായം തച്ചിരിക്കുന്നു എന്നാണ് ഈ ഭരണപക്ഷം ഇപ്പോൾ ആരോപിക്കുന്ന ഭരണപക്ഷം ആരോഗ്യം. അതൊക്കെ ഭരണപക്ഷം. ഞങ്ങൾ ഇതുവരെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതിലുപരിയായി അവിടെ കുപ്പായം തച്ചിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളൊന്നുമില്ല. ഇനി മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടണ്ടേ? അവർ ഈ പറഞ്ഞ പോലെ ഇത്രയും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത് അങ്ങനെ മാത്രമേ ഞങ്ങൾ അതൊക്കെ കാണുന്നുള്ളൂ. നിലവിൽ ഈ കോർപ്പറേഷൻ ഭരണ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഭരണത്തെ വിലയിരുത്തുമ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർക്ക് എത്ര മാർക്ക് കൊടുക്കാനാണ് സാധിക്കുക? അല്ല, ഈ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിൽ ഉണ്ടായിരുന്ന ഒരാളല്ല. ഞാനൊരു കന്യംഗമാണ്. അപ്പോൾ മേയറായിട്ടിരുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രനെ പോലെ ഒരാൾക്ക് മാർക്ക് കൊടുക്കാൻ ഞാൻ ഒട്ടും അല്ല, അങ്ങനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വന്ന, അതിൽ മേയറായിട്ട് 5 വർഷം ചെലവഴിച്ച ഒരു വ്യക്തിക്ക്, അത് ആര്യ രാജേന്ദ്രൻ ആയിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ, ആ ഒരു സ്ഥാനത്തിൽ ഇരുന്ന ഒരാൾക്ക് മാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒട്ടും ആപ്റ്റല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ജനാധിപത്യ വിശ്വാസികൾ അവർക്കൊരു മാർക്ക് നൽകിയിട്ടുണ്ട്. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന തിരുവനന്തപുരം, അത് 13-ാം തീയതി വന്ന തിരുവനന്തപുരം നഗരസഭയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ ആ മാർക്കുകൾ ജനങ്ങൾ കൃത്യമായും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് BJPയുടെ മുന്നേറ്റം കൂടി പറയേണ്ടത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് BJPക്കുള്ളത്. അതിനുവേണ്ടി അവർ ഇവിടെ ഒരു CJP കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നുവെന്ന് കോൺഗ്രസ് പലതവണ ആരോപിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ BJPയുടെ ഒരു വളർച്ച അത് കോൺഗ്രസിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, അലോസരപ്പെടുത്തുന്നുണ്ടോ?
അല്ല, BJPയുടെ വളർച്ച നമ്മളിപ്പോൾ കേന്ദ്രത്തിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പലതരത്തിലും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഒരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് പല സാഹചര്യങ്ങളിലും. അപ്പോൾ അതൊരിക്കലും തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. കാരണം പ്രതിപക്ഷത്തിലിരിക്കുന്നത് ഞങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അതുണ്ടാവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും. മറ്റൊന്ന്, ഈ മുട്ടട വാർഡിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടാണ്, അതായത് വിജയിച്ചതിന് ശേഷം തന്നെ തൊട്ട് പിന്നാലെ തന്നെ മുട്ടട വാർഡിൽ സജീവമാകുന്നൊരു കാഴ്ച ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവിടെയുള്ള ഡെങ്കിപ്പനി വളരെ കൂടുതലാണെന്നുള്ളൊരു മുന്നറിയിപ്പ് നാട്ടുകാർക്ക് നൽകുന്നുണ്ട്. അവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആ മുട്ടട വാർഡിൻ്റെ ഏതെല്ലാം തരത്തിലുള്ളൊരു വികസനമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്? അല്ല, മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനി കുറച്ച് അധികമായി സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെൽത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ വന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാവിലെ മെഡിസിൻ സ്പ്രേ ചെയ്തിരുന്നു. വൈകിട്ട് മാസ് ഫോഗിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയും ഫോഗിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വളരെ ചെറിയൊരു കുട്ടിയാണ്, LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഡെങ്കി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, കുട്ടിയുടെ വീട്ടിൽ നിന്നുമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം നമ്മൾ പരിശോധിച്ചു. വേസ്റ്റുകളൊന്നും കൂട്ടിയിടരുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ മേഖലകളിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളിപ്പോൾ നോക്കി കണ്ടിട്ടാണ് വരുന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നിലവിൽ മുട്ടടയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം കുറച്ച് ഉണ്ട്. അതായത് പല ആളുകളും ഈ റോഡിൽ തന്നെ വേസ്റ്റ് കൂട്ടിയിടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകിട്ട് തന്നെ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തിലും അത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം. പിന്നെ ആൾക്കാർ കൂടുതലായി പറയുന്നത്, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അത് മുട്ടട വാർഡിലും മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൽ മൊത്തം ഉള്ളൊരു പ്രശ്നമാണ് തെരുവ് നായശല്യം. കാരണം ഇപ്പോൾ മുട്ടടയെ സംബന്ധിച്ചിടത്തോളം കുറവങ്കോണം മേഖല നമ്മുടെ വാർഡിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ കുറവങ്കോണത്ത് IAS അക്കാഡമികൾ കുറച്ച് വ്യാപകമായി വളർന്നു വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ കുട്ടികൾ പലപ്പോഴും വെളുപ്പിന് ക്ലാസ്സുകളിൽ പോയി പഠിക്കുന്ന സാഹചര്യമുണ്ട്. രാത്രി ലേറ്റ് നൈറ്റായിട്ട് ക്ലാസ്സുകളിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലുകളിലേക്ക്, കൂടുതലും ഹോസ്റ്റലുകളിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പോയി നടന്നായിരിക്കും, വണ്ടിയൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നടന്നായിരിക്കും പോയി വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ നടക്കാൻ പോകുന്ന ആളുകൾ വളരെ കൂടുതലാണ് നമ്മുടെ വാർഡിനകത്ത്. അപ്പോൾ ഈ തെരുവ് നായ ശല്യം ഭയങ്കര രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം എന്തൊക്കെ ആക്ഷൻ എടുത്തിട്ടുണ്ടെന്നും മുൻ കൗൺസിലുകൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും കാണുന്നില്ല, റിസൾട്ട് കാണുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. വേസ്റ്റ്, തെരുവ് നായ ശല്യം, പിന്നെ ഡ്രെയിനേജിൻ്റെ പ്രശ്നം. ഡ്രെയിനേജ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. തിരുവനന്തപുരം നഗരത്തിനകത്ത് തന്നെയാണ് മുട്ടട വാർഡ്, പക്ഷേ അതില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഡ്രെയിനേജ് വന്നിട്ടും പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് ഏർപ്പെടുത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇനി പറഞ്ഞ പോലെ ഒരു വാർഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് പോലും അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വളരെ വലിയ പ്രശ്നമാണ്, സാധാരണക്കാരെ സംബന്ധിച്ച്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ കാട് പിടിച്ചു കിടക്കുന്നു, അതൊന്നും ഓണർഷിപ്പ് വന്നിട്ട് വൃത്തിയാക്കുന്ന സാഹചര്യമല്ല, കാരണം അവരവിടെ അല്ല താമസിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. തോടിൻ്റെ ഇരുവശങ്ങളിലും കാട് നിറഞ്ഞു കിടക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും കൊതുകുകളും അസുഖങ്ങളും എല്ലാം സ്പ്രെഡ് ആവുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും. വൈഷ്ണ എന്ന് പറയുന്ന വ്യക്തി ഒരു യുവ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ യുവനിരകളെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന യുവാക്കളായിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരോട് അവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം എത്രത്തോളമാണ്, അല്ലെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, അവരോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന ആളുകളോടാണ്. ഞാൻ KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തിരുവനന്തപുരം വുമൻസ് കോളേജിൽ നിന്നാണ് രാഷ്ട്രീയം തുടങ്ങുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നൊരാളാണ്. അപ്പോൾ യുവത്വത്തോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാർട്ടി യുവാക്കളെ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്, പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്, പല സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഒരേപോലെ കൺസിഡർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്.
ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള സാഹചര്യമായിരിക്കില്ല താങ്കളുടെ വീട്ടിലുള്ളത്, ഞാൻ വളർന്നു വന്ന സാഹചര്യമായിരിക്കില്ല താങ്കൾ വളർന്നു വന്നിട്ടുള്ളത്, എൻ്റെ പ്രായമായിരിക്കില്ല താങ്കൾക്ക്. അപ്പോൾ പലവരെയും നമ്മൾ ദിനം പ്രതി കാണുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളൊരു ജനപ്രതിനിധി ആയില്ലെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള സ്ഥിതിയിൽ നമ്മൾ പലരെയും ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു തരത്തിലും നമ്മൾ അവരെ മറ്റ് കാര്യങ്ങൾ വെച്ച് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറെൻ്റായി പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയോളജിയാണ് കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒരു ഇതാണ്. നമ്മൾ എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യാൻ ആദ്യം പഠിക്കണം. അല്ല, എന്തുകൊണ്ട് KSU തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളൊരു ചോദ്യമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ വനിതാ കലാലയത്തിൽ നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ KSU തിരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ UDF എന്താണ് എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയാണ്, ഐഡിയോളജിപരമായി എനിക്കിഷ്ടമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരാനാണ് ഞാൻ ആഗ്രഹിച്ചതും. അതുകൊണ്ട് തന്നെയാണ് KSU തിരഞ്ഞെടുത്തത്. തീർച്ചയായും. മറ്റൊന്ന്, ഈ പ്രതിപക്ഷം ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയ ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. അതിൽ വ്യക്തമായ ഒരു അഭിപ്രായം പറയാനായി കോൺഗ്രസിലെ അല്ലെങ്കിൽ UDFിലെ വനിതകൾക്ക് ഒരിടവും ഒരു സ്പേസ് നൽകി, നേരത്തെ സൂചിപ്പിച്ച പോലെ ജനാധിപത്യ വ്യവസ്ഥ എന്നുള്ള നിലയിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു, അല്ലെങ്കിൽ ഒരു വനിതാ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്താണ് അഭിപ്രായം? അല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതൊരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. അപ്പോൾ അതൊരിക്കലും ഞാൻ മനസ്സിലാക്കി, പലരും ചോദിച്ചിരുന്നു ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ളൊരു കേസ് വന്നതുകൊണ്ട് അത് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമ്മുടെ പാർട്ടിയിലുള്ള കാൻഡിഡേറ്റ്സിനെ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇലക്ഷനെ അത് കൺവിൻസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും അത്തരമൊരു വിഷയം കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ ജനപ്രതിനിധിയെ സെലക്ട് ചെയ്യാനായിട്ട് സാഹചര്യമില്ല. കാരണം നമ്മൾ വാർഡിലൊന്നും ആരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരാരും അതിനെക്കുറിച്ച് ഒട്ടും ബോധോടെ ആയിരുന്നില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ രാവിലെ എണീക്കുമ്പോൾ കണി ഉണർന്ന റോഡ് വൃത്തിയാക്കുക, അവിടെ റോഡിൻ്റെ ഫ്രണ്ടിൽ വേസ്റ്റ് ഇടാതിരിക്കുക, സ്ട്രീറ്റ് ലൈറ്റ് കത്തുക, തെരുവ് നായശല്യം ഒഴിവാക്കുക, വീട്ടിലെ ഡ്രെയിനേജ് പ്രശ്നങ്ങൾ, അപ്പം ഇങ്ങനെയുള്ള ഡെയിലി അവരെ ബാധിക്കുന്ന തരത്തിലുള്ള ഡെയിലി വരുന്ന പ്രശ്നങ്ങളാണ് അവർ കൂടുതൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റേറ്റ് വൈഡ് വാർത്തകൾ കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ല എന്നല്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ശബരിമല വിഷയം വളരെ നന്നായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഭരണവിരുദ്ധ വികാരം നല്ല രീതിക്ക് ഇന്ന് കേരളത്തിൽ അങ്ങറ്റം ഇങ്ങറ്റമുണ്ട്. പക്ഷെ അതൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ അത് കൺസിഡർ ചെയ്തുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി കുറെ കൂടെ മുന്നേ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ ഈ ഒരു തീരുമാനം വന്നത് വളരെ വൈകിപ്പോയി എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ടോ? ഇല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാർട്ടി ആ ഒരു തീരുമാനമെടുത്തത് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ എന്താണ് സത്യം എന്താണ് കള്ളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരാളെ ഇത്രയേറെ വേട്ടയാടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് പോലും നമുക്ക് ആ രണ്ടാമത് വന്ന കേസിലൊക്കെ യാതൊരു തെളിവുകളും സബ്മിറ്റ് ചെയ്യാനായിട്ട് ആർക്കും തന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിലൊക്കെ എന്താണ് സത്യം എന്താണ് കള്ളം എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരാൾക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഒരു തെളിവുകളുമില്ല, നമുക്കത് പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ പാർട്ടി അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കി തന്നെ ആയിരിക്കണം അത്തരത്തിലുള്ള തീരുമാനം അതൊക്കെ ആ ഒരു സമയത്ത് എടുത്തത്. കാരണം തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുമ്പോൾ എന്തായാലും അത്തരത്തിലുള്ള തീരുമാനം എടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ആ ഒരു തീരുമാനം കറക്റ്റ് സമയത്ത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ കൂടുതൽ ഇപ്പോൾ ഒരു അതിജീവിത എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് കൺസിഡർ ചെയ്തിട്ട് തന്നെയായിരിക്കണം അത്തരം തീരുമാനം എടുത്തത്. മറ്റൊന്ന്, നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ഉപചോദ്യമായിട്ടുള്ളതാണ്, അപ്പോൾ വിട്ടുപോയൊരു ചോദ്യമാണ്. ഈ തമ്മിലടി ഇല്ല എന്നുള്ളത് വൈഷ്ണ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ KC വേണുഗോപാൽ പക്ഷം, VD സതീശൻ പക്ഷം എന്നിങ്ങനെ രണ്ട് പക്ഷമായി, മുമ്പ് AI എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ രണ്ട് പേരുകളിലേക്ക് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാറുണ്ട്. അങ്ങനെ രണ്ട് പക്ഷത്തേക്ക് മാറിയിട്ടുണ്ടോ കോൺഗ്രസ് ഇപ്പോൾ? ഒരിക്കലും ഇല്ല. അങ്ങനെ രണ്ട് പക്ഷമൊന്നും നിലവിലെ സാഹചര്യത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എല്ലാവരും തന്നെ ബഹുമാനിക്കുന്ന രണ്ട് വ്യക്തികളാണ്, ശ്രീ VD സതീശൻ സാറായാലും ശ്രീ KC വേണുഗോപാൽ സാറായാലും എല്ലാം. അപ്പോൾ അവരൊരിക്കലും പാർട്ടിയെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല, അണികളും അതിന് നോക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പറയുന്നതെല്ലാം പുറത്തുള്ള ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പിന്നെ ഈ പക്ഷാഭേദമൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും, അത് പാർട്ടിയിൽ തന്നെ ആവണം എന്നില്ല. നമ്മളൊരു ക്ലബ്ബ് എടുക്കൂ, ആ ക്ലബ്ബിൽ തന്നെ നമ്മളൊരു ഈവൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരില്ലേ.
ഈ അഭിപ്രായങ്ങളെല്ലാം ഒത്തൊരുമിച്ച് വെച്ചായിരിക്കണം, അതിനെല്ലാം പരിഗണന കൊടുത്തിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ഈവന്റ് നടത്തുക. ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. അതൊരിക്കലും പക്ഷാഭേദം ഉണ്ടായിട്ടായിരിക്കില്ല. തീർച്ചയായും. മറ്റൊന്ന്, അങ്ങനെ ഈ അഭിപ്രായങ്ങളെല്ലാം വരുമ്പോൾ ഇപ്പോൾ ആ അഭിപ്രായങ്ങൾക്ക് മേലെയുള്ള അഭിപ്രായം പറയുന്ന ഒരാളായി ശശി തരൂർ മാറുന്നുണ്ട്. അങ്ങനെ ഈ ശശി തരൂർ പല കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ പല അസ്വാരസ്യങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി, സംസാര രീതി, അല്ലെങ്കിൽ പലപ്പോഴായി കേന്ദ്ര ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറ്റം ചെയ്ത് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ ഒരു വിമുഖത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ കോൺഗ്രസ്സുകാരുടെ ഇത്തരത്തിലുള്ള ഈ പ്രത്യേകിച്ച് തലമുതിർന്ന നേതാക്കളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ വളരെയധികം മാറ്റേണ്ട ഒരു സാഹചര്യമാണോ എന്ന് കരുതുന്നുണ്ടോ? അല്ലേ, പറഞ്ഞ പോലെ എല്ലാവർക്കും, അതിപ്പോൾ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾക്കായാലും അല്ലാതെയുള്ള ആളുകൾക്കായാലും ഒരു സ്ഥാനമാനത്തിരിക്കുന്ന ആൾക്കാർക്കായും എല്ലാവർക്കും തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഈ ശശി തരൂർ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പാർട്ടിയെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അയാൾ എപ്പോഴും പാർട്ടിക്ക് വേണ്ടി നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളല്ല അദ്ദേഹം. പാർട്ടിയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ നമ്മൾ അതുമാത്രം കാണാതെ എപ്പോഴും നെഗറ്റിവിറ്റി മാത്രം കാണുന്നത് കൊണ്ടാണ് നമുക്ക് അത്തരം ചിന്തകളിലേക്ക് പോകുന്നത്. ഗാന്ധി കുടുംബത്തെ വരെ വളരെ മോശമായി ചിത്രീകരിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ. അദ്ദേഹം ഗാന്ധി കുടുംബത്തിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുമാണല്ലോ. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മളുണ്ട്. വളരെ ഓപ്പൺ അപ്പായി തന്നെ നമ്മുടെ ലീഡർഷിപ്പ് അത് പറയാറുമുണ്ട്. അതിനെല്ലാം നമ്മൾ ആ ഒരു രീതിയിൽ അഭിപ്രായങ്ങളായി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. ഇപ്പോൾ 50 എന്ന വലിയ സംഖ്യയിലേക്ക് BJP എത്തി നിൽക്കുകയാണ്. നിയമസഭാ മണ്ഡലത്തിൽ, നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ വിജയം നേടാനാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം പോലുള്ള മണ്ഡലങ്ങളിലും അത് ആവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ വലിയൊരു മുന്നേറ്റം, 10 മുതൽ 15 വരെയുള്ള സീറ്റുകളിൽ പോലും BJP അനായാസം ജയിക്കുമെന്നുള്ളൊരു കാഴ്ചപ്പാടും അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാരായ വാർഡിലെ തന്നെ ജനങ്ങളുടെ ഒരു പൾസ് തിരിച്ചറിഞ്ഞ ആളാണ് വൈഷ്ണ. ആ പൾസിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ലേ, അവർ 10, 15 പറയുന്ന കണക്ക് അവരോട് തന്നെ ചോദിക്കണം കേട്ടോ. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം അവരുടെ പാർട്ടി സിസ്റ്റത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണെന്നെല്ലാം. ഇനി പറഞ്ഞ പോലെ BJP അക്കൗണ്ട് തുറക്കുമെന്നുള്ള ചിന്താഗതികളൊന്നും ഞങ്ങൾക്കാർക്കും ഇതുവരെ ഇല്ല. കാരണം ആളുകളുടെ പൾസ് എന്ന് പറയുമ്പോൾ ഇനിയൊരു UDF സർക്കാർ വരണം എന്നുള്ള രീതിക്കാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. കാരണം നിലവിലുള്ള ഭരണത്തെ ആളുകൾ മടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ പ്രതീക്ഷിക്കുന്നത് ഒരു UDF സർക്കാർ വരണം എന്നുള്ളതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായി തന്നെ പ്രതിഫലിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു കാഴ്ചപ്പാടാണുള്ളത്. തീർച്ചയായും. മറ്റൊന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ വാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇനിയുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം മനസ്സിലുണ്ട്. അതിനെല്ലാം സഹായമാവുന്ന തരത്തിലേക്ക് ഇപ്പോൾ നിലവിൽ ഭരണത്തിലെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഇപ്പോൾ BJPയുടെ കൈവശമാണ് ഉള്ളതെങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരാൻ ഭരണത്തിന് സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷന് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ഭരണം ആരുടെ കയ്യിലിരുന്നാലും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ വാർഡിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ വാർഡിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഭരണത്തിൽ ആരായാലും, ഈവൻ BJP ഓർ LDF ആര് തന്നെ ആയാലും, നമുക്ക് ഫൈറ്റ് ചെയ്തിട്ടായാലും ആളുകൾക്ക് വേണ്ടി, അതായത് നമ്മുടെ വാർഡിലുള്ള നമ്മളെ വിശ്വസിച്ച് നമുക്ക് വോട്ട് ചെയ്ത് നമ്മളെ ജയിപ്പിച്ചവർക്ക് വേണ്ടി അത് എത്രമാത്രം ഫൈറ്റ് ചെയ്തിട്ടായാലും മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് എൻ്റെ മാത്രമല്ല കോർപ്പറേഷനിൽ ജയിച്ചു വന്നിരിക്കുന്ന 101 കൗൺസിലർമാരുടെ ഉത്തരവാദിത്വം. അത് നിറവേറ്റാൻ പറ്റുന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും. മറ്റൊന്ന്, ഈ സൈബർ ഇടങ്ങളിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ, അതിപ്പോൾ സൈബർ ആക്രമണങ്ങൾ വലിയ രീതിയിൽ മറ്റൊരു തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ കമൻസ് ഒന്നും വായിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല കേട്ടോ, ആർക്കും. കാരണം നമ്മൾ ഇപ്പം തന്നെ ഞാൻ വാർഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട്, ഒന്നാമത്തെ കാര്യം ഫോൺ ടൈം നമുക്ക് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഫോൺ ടൈം കിട്ടിയാൽ തന്നെ ഈ കമൻസ് വായിച്ച് സമയം കളയാനായിട്ട് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ നമുക്ക് ഈ ആളുകളുമായി ബന്ധപ്പെടാൻ, അതായത് വിളിക്കാനും സംസാരിക്കാനും കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. പിന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, നമുക്ക് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, വാർഡിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്തരം കാര്യങ്ങളിലായിരിക്കും. ഞാൻ പഠിക്കുന്ന ഒരാൾ കൂടിയാണ്, അപ്പോൾ എനിക്ക് കോളേജിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നെഗറ്റീവ് കമൻസ് വായിച്ച് സമയം കളയാൻ ഞാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി, പിന്നെ ഈ പറഞ്ഞ പോലെ സൈബർ അറ്റാക്കുകൾ കൂടുതലായി നേരിട്ടിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ കേസ് നടന്നിരുന്ന സമയം, ഈ വോട്ട് വെട്ടി നിഷേധിക്കപ്പെട്ട ആ ഒരു സമയമായിരുന്നു കൂടുതൽ സൈബർ അറ്റാക്കുകൾ നേരിട്ടിരുന്നത്. ആ സമയത്ത് കുറച്ച് വിഷമം തോന്നിയിരുന്നു. കാരണം സൈബർ ഈ സഖാക്കളുടെ പേജുകളെല്ലാം നമ്മളെ വളരെയധികം ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അപ്പോഴും നമുക്ക് കിട്ടിയിരുന്ന സപ്പോർട്ട്, നമ്മുടെ പാർട്ടി ആയാലും ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും KSUകാരൊക്കെ, നമ്മുടെ കൂടുതലുള്ള ആളുകളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കൂട്ടം പെൺകുട്ടികൾ ഒരുമിച്ചായിരുന്നു ആ സമയത്ത്.
അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതും നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് തള്ളി നീക്കാനായിട്ട് പറ്റിയ ആ സമയവും. അതുകൊണ്ട് ഈ കമൻസ് ഒന്നും വായിച്ച സമയം കളയിലില്ല. തീർച്ചയായും ഈ അടുത്ത MLA ആണ് എന്നുള്ള തരത്തിലുള്ള ചില പോസ്റ്റുകൾ ഫേസ്ബുക്ക്, കാരണം ഇപ്പോൾ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയി മാറി ഞാൻ അത്തരം പോസ്റ്റുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഫേസ്ബുക്കിലൊക്കെ അങ്ങനെയുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഈ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിലേക്ക് വൈഷ്ണവ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടുത്ത MLAക്ക് പ്രാപ്തമാകുന്ന രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? എന്താണ്? നിലവിൽ അടുത്ത 5 വർഷത്തേക്ക് ഒരു ഉത്തരവാദിത്വം പാർട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജനങ്ങൾ നമ്മളെ ആ ഒരു പൊസിഷനിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിറവേറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ MLA ആവണോ MP ആവണോ എന്നുള്ള ആഗ്രഹമൊന്നും നിലവിലില്ല. പിന്നെ ഈ പോസ്റ്റുകൾ ഞങ്ങളുടെ പാർട്ടി അത് അനൗൺസ് ചെയ്തിട്ടില്ല, ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പോസ്റ്റുകൾ വരുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള പേജുകളിലായിരിക്കും. അതൊന്നും കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ വാർഡിന്റെ സമഗ്രമായ വികസനം, തലസ്ഥാനത്തിന്റെ സമഗ്രമായ വികസനം തന്നെയാണ് കാഴ്ചപ്പാടായിരുന്നു. തീർച്ചയായും. ഓക്കെ, ഏതായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും വികസന ചിന്താഗതികളുമാണ് വൈഷ്ണയുടെ മനസ്സിലുള്ളത്. കോർപ്പറേഷൻ്റെ ഈ വാർഡിനെ, മുട്ടട വാർഡിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നും വികസന മുരടിപ്പ് ഉണ്ട് എന്നുള്ളതും അത് മാറ്റുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ നേർചിത്രമാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം സൂചിപ്പിക്കുന്നതെന്നും വൈഷ്ണ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.